ഹലോ ഫ്രണ്ട്സ്, എച്ച് എം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് വീഡിയോ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ എങ്ങനെ നോക്കാൻ പോകണം. കാറിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ടൈപ്പ് ഒരു മിനി ഫ്രിഡ്ജ്. നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. വേണമെന്ന് വെച്ചാൽ തെർമോക്കോളിൻ്റെ കഷ്ണം വേണം. 2 തെർമോക്കോളിൻ്റെ കഷ്ണം സെയിം അളവിൽ, അതുപോലെ 3 അളവിലായിട്ട് എടുത്താൽ നമ്മൾ തെർമോക്കോളിൻ്റെ കഷ്ണം. നിങ്ങളുടെ രീതിയിൽ എങ്ങനെ വേണം, ചെറുതായ വലുതായൊക്കെ എടുക്കാൻ പറ്റും. ഈ അളവിൽ തന്നെ PVC ഫോം എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. ആ ഫോം നമ്മൾ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തെർമോക്കോളിന്റെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറമേ നിന്ന് വെക്കാൻ വേണ്ടി ആമത്തോളം ഉണ്ടാക്കിയാണത്. സ്ഥലം നമുക്ക് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ നമുക്ക് അതിന്റെ കൂളാവുന്ന സിസ്റ്റം എന്തൊക്കെയാന്ന് നോക്കാം. നമുക്ക് ചെറിയ ഹീറ്റ് സിങ്ക് വേണം. നമ്മൾ കമ്പ്യൂട്ടർ പഴയ PC കിട്ടും. അത് 2 ഹീറ്റ് സിങ്ക് വേണം, ചെറുതും വലുതും. പിന്നെ ഒരു ഫാൻ, 2 ഫാൻ വേണം, ഒരു കുഞ്ഞു ഫാനും ഒരു വലിയ ഫാനും. പിന്നെ നമ്മളെ TEC 1206 എന്ന് പറഞ്ഞ ഒരു കൂളർ, എന്ന് വെച്ചാൽ ഇലക്ട്രിക് കൂളർ എന്നാണ് എൻ്റെ പേര്. പിന്നെ അതുമ്പോൾ തേക്കാൻ വേണ്ട ഒരു കോമ്പൗണ്ട് പേസ്റ്റ് തെർമൽ. ഇത്ര സാധനം നമുക്കിനി വേണ്ടത്. നമുക്ക് ഫസ്റ്റ് വർക്കിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മുടെ ബോക്സ് ഉണ്ടാക്കാൻ പണി. ബോക്സ് മീൻസ് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിന്റെ പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ആദ്യം തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കാം. അപ്പൊ ഒരു ചെറിയ കഷ്ണം മടിയിൽ വെച്ചിട്ട് ബാക്കി കട്ടത് കഷ്ണം സൈഡിൽ വെക്കണം. അപ്പൊ ബാക്കി ചെറിയ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ വെക്കാനുള്ളതാണ്. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ അമ്മ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു ബോക്സ് രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് അത് ഒരു നമ്മുടെ ചെറിയ ഹീറ്റ് സിങ്കിന്റെ അളവിൽ ചെറിയ ഹോൾ ഇടാം പെട്ടിയുടെ ബാക്ക് വശത്തായിട്ട്. നമ്മൾ ചെറിയ ആ ഹീറ്റ് സിങ്ക് എടുത്ത് അതുമ്മ വെച്ച് അതിന്റെ അളവിൽ വരച്ച് ആ ഭാഗത്ത് നമുക്ക് ഹോളിടാം. ഹോളിടുമ്പോൾ അതുപോലത്തെ കത്തി ഉപയോഗിച്ചിടണം, അല്ലെങ്കിൽ അത് ആകെ ഫിനിഷിങ്ങിന് കിട്ടില്ല. നമ്മൾ ഹോൾട്ട് കഴിഞ്ഞിട്ടുണ്ട്, തകർത്ത പീസ് കളഞ്ഞു. ഫ്രണ്ട്സ്, അപ്പം അടുത്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ PVC ഫോം നമ്മൾ കട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ PVC ഫോമിന്റെ ആ ഭാഗത്ത് നമുക്ക് കിട്ട ഹോള് പോലെ അതുമേ ഇടണം ഹോള്. അപ്പൊ നമ്മൾ കറക്റ്റ് തെർമോക്കോള് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ആ PVC ഫോം വരക്കണം. വെച്ചിട്ട് ആ ഫോം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പം അടുത്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹോട്ട് ഗ്ലൂ കുറച്ച് ആ PVC ഫോം അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോക്സ് മറ്റേ തെർമോക്കോളിന്റെ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാം. നേരത്തെ ഉണ്ടാക്കിയ തെർമോക്കോളിന്റെ ബോക്സിലേക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വെച്ചെന്ന് വെച്ചാൽ അതുപോലെ സൈഡിലത്തെ PVC ഫോം ഒക്കെ വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് സൈഡിലും വെക്കാം. അതേപോലെ തന്നെ അതേപോലെ സൈഡിലും മുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് നമുക്ക് ഒട്ടിക്കണം. അപ്പൊ നമ്മൾ 3 സൈഡും മുകളും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടിയൊക്കെ ആയിട്ട് എല്ലാ സൈഡൊക്കെ ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ആ PVC ഫോം കൊണ്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് പണി എന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് ഉണ്ടാക്കണം കൂളിംഗ് സിസ്റ്റം ഉണ്ടാക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് അതിന് വലിയ ഹീറ്റ് സിങ്ക് എടുക്കുന്നുണ്ട്. വലിയ ഹീറ്റ് സിങ്ക് നമുക്ക് അതുമ്മ നന്നായിട്ട് ഒന്ന് ഉരച്ച് നല്ല സ്മൂത്ത് ആക്കി ഇടുക. അതുകൊണ്ട് നമ്മുടെ ഇലക്ട്രിക്കിന്റെ
കൂളറും എടുക്കാം. അതിന് മുമ്പായിട്ട് ചെറിയ കാർഡ്ബോർഡ് കഷ്ണം അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാർഡ്ബോർഡ് കഷ്ണം വെക്കണം. അത് അതെന്തിയാന്ന് വെച്ചാൽ നമ്മ ആ കൂളർ വെക്കുമ്പോൾ ഫിക്സ് ആയിട്ട് അതിൻ്റെ ഇടയിൽ ഇരിക്കാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ തെർമൽ കോമ്പൗണ്ട് കുറച്ച് ആ ഹീറ്റ് സിങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. അത് മേലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് കഷ്ണം ഉപയോഗിച്ച് അത് അങ്ങോട്ട് ലെവൽ ചെയ്തെടുക്കണം. നമ്മ ഇപ്പത്തെ തെർമൽ കോമ്പൗണ്ട് കറക്റ്റ് ആയിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂളർ അടിച്ചു പോകുന്നതാണ്. കൂളർ വർക്കാവില്ല. അത് നമ്മ തേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂളറിന്റെ ഒരു ഭാഗത്ത് ഹീറ്റും ഒരു ഭാഗത്ത് തണുപ്പാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ ഹീറ്റ് കറക്റ്റ് ആയിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മ ഈ സാധനം തേക്കണത്. അപ്പൊ നമ്പർ എഴുതാത്ത ഭാഗം നമ്മ വലിയ ഹീറ്റ് സിങ്കിലേക്ക് കൊടുക്കണം. നമ്പർ എഴുതിയ ഭാഗം ആ TEC എന്ന് പറഞ്ഞ എഴുതിയാണ് ഭാഗത്താണ് കൂളാവണത്. അപ്പുറത്തെ ഭാഗത്ത് ഹീറ്റാണ് ഭാഗമാണ് നമ്മ വലിയ ഹീറ്റ് സിങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇപ്പൊ ഈ TEC 1270 ഭാഗത്ത് നമുക്ക് കുറച്ച് തെർമൽ കോമ്പൗണ്ട് അപ്ലൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു കാർഡ്ബോർഡ് കഷ്ണം അതിന്റെ ഇടയിൽ വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൂളർ നീങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്യണത്. അപ്പൊ കൂളറിന്റെ ഇടയിൽ നമുക്ക് നീങ്ങി പോവില്ല. ആ മോഡ്യൂലമ്മന്റെ ഇടയിൽ നീങ്ങി പോവില്ല. അതിൻ്റെ ഇടയിൽ നിന്ന് 2 ടൈ ഇട്ട് നമ്മുടെ ടാഗ് ഇട്ട് കെട്ടി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചെറിയ ഹീറ്റ് സിങ്ക് ഇടുക. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ ചെറിയ ഈ മറ്റേ കോമ്പൗണ്ട് കുറച്ച് ചെറിയ ഹീറ്റ് സിങ്കുമ്പോഴും ആ തെർമലിന്റെ അതുമ്പോഴേക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് തേച്ച് ലെവലാക്കി ഇടുക. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കത് കറക്റ്റ് ലെവലായിട്ട് ഫിക്സ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ടൈ അതിൻ്റെ ഇടയിലേക്ക് ഇട്ടിട്ട് വലിച്ച് കെട്ടണം. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ വലിച്ച് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് തുമ്പ് കട്ടി തളഞ്ഞ് സൂപ്പറാക്കിയിട്ടുണ്ട്. നമ്മ നേരത്തെ എടുത്തു വെച്ച വലിയ ഫാനും ചെറിയ ഫാനും നമ്മ കണക്ട് ചെയ്തിട്ടുണ്ട്. വലിയ ഫാൻ വലിയ ഹീറ്റ് സിങ്കിലും ചെറിയ ഫാൻ ചെറിയ ഹീറ്റ് സിങ്കിലും. അതായത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നേരത്തെ ഉണ്ടാക്കിയ ഹോളിലേക്ക് ആ ചെറിയ ഫാൻ ഇറക്കി വെക്കാം. ചെറിയ ഫാനിന്റെ ഭാഗത്താണ് കൂളിംഗ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മ ആ ഭാഗം അകത്തേക്ക് ആക്കി വെക്കാം. ആ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ഫിക്സ് ചെയ്ത് അവിടെ വെക്കാം. നമുക്ക് അടുത്ത ഡോർ ഉണ്ടാക്കണം. ഫ്രണ്ടിലത്തെ ഡോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചെറിയ പിടിയും 2 ക്ലാമ്പും
ക്ലാമ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോറിൻ്റെ വിജാഗിരിയായിട്ട് ഉപയോഗിക്കാനാണ്. നമ്മൾ വിജാഗിരി വെക്കാൻ ചെറിയൊരു പൊടി ഇട്ടിട്ടുണ്ട്, ആ പൊടിയിൽ വെച്ച് ഒട്ടിക്കാം. അതുപോലെ പിടി നമ്മുടെ ഡോറും ഒട്ടിക്കണം. ഡോർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ബോക്സിലേക്ക് ഒട്ടിക്കാം. അപ്പം അതുപോലെ രണ്ട് സൈഡും ചെയ്യണം. ഡോർമേം ആ പിടി വെക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്കിൽ സർക്യൂട്ട് ചെയ്യണം. അപ്പം നമ്മൾ ഇച്ചിരി സ്വിച്ചും ചാർജർ അഡാപ്റ്ററും LED വെച്ച് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സർക്യൂട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ അഡാപ്റ്ററിൻ്റെ പോസിറ്റീവും സ്വിച്ചിൻ്റെ ഏതെങ്കിലും നെഗറ്റീവിലേക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു LED നിന്നും വയറെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഫാനിൻ്റെ 2 ഫാനും ആ മോഡ്യൂളിൻ്റെ വയറ് എല്ലാ പോസിറ്റീവും പിരിച്ചു വെക്കണം. അതുപോലെ എല്ലാത്തിൻ്റെ നെഗറ്റീവും തമ്മിൽ പിരിച്ചു വെച്ചിട്ടുണ്ട്. 13 വയറെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 വയറെടുത്തിട്ടുണ്ട്. റെഡും ബ്ലാക്കുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ റെഡ് നമ്മൾ റെഡിലേക്കായിട്ട് പിരിച്ചു വെക്കുന്നുണ്ട്. റെഡ് നമ്മുടെ LED റെഡുമായിട്ട് പിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞായിട്ട് നമ്മുടെ ഈ സ്വിച്ചിന്റെ ഒരു ഭാഗത്തേക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് എന്നാണ് വയറ്. നെഗറ്റീവിൻ്റെ LED എടുത്ത് തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സോക്കറ്റിൻ്റെ 12 വാട്ട് സോക്കറ്റിൻ്റെ ലൈനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമ്മൾ കണക്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും വെച്ചിട്ട് ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കണം. ആ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ട് ബോക്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ചെറിയ കാർഡ്ബോർഡ് കഷ്ണങ്ങൾ ഉപയോഗിച്ച് ചെറിയ ബോക്സ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ബോക്സ് പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്കായിട്ട് ഫിറ്റ് ചെയ്യാൻ പോകണം. ഞാനിപ്പോൾ എല്ലാ വയറും അകത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ അകത്തേക്കാക്കി വെച്ചിട്ട് എല്ലാ വയറും ചെറിയൊരു പൊടിയിട്ടുണ്ട്. എൻ്റെ ഇടയിലേക്ക് ആക്കിയിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് അയച്ച് ഒട്ടിക്കുന്നത്. ഗ്ലൂ അപ്ലൈ ചെയ്യും മുകളിൽ സൈഡിലാക്കിയിട്ട്. ആ ബോക്സ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ കറണ്ട് കൊടുക്കാൻ പോകുന്നത് 12 വാട്ടാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ടെസ്റ്റിങ് ഞാൻ അടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനൊക്കെ വർക്കിംഗ് നോക്കാം. അതായത് ഞാൻ ആദ്യം 12 വാട്ടിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് ഞാൻ ആ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണ്. 12 വാട്ടിൻ്റെ ചാർജർ അത് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ കണക്ട് ചെയ്ത് ആ ഫീമെയിൽ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഫാനും കറങ്ങി LED ഓണായി. നമ്മുടെ കംപ്രസറും ഓണായിട്ടുണ്ട്. ഇനിയിപ്പോൾ അകത്തെ ഫാനും വർക്കിംഗ് ആയിരിക്കുള്ളൂ. അപ്പം കൂളായി തുടങ്ങിയിട്ടുണ്ടാവും. പുറത്തെ ഫാനിൽ നിന്ന് ഹീറ്റ് ആയിരിക്കും പുറത്തേക്ക് വന്നത്. അകത്തെ ഫാൻ കൂളിംഗ് ആയിരിക്കുള്ളൂ വന്നത്. ശരിക്കും പറഞ്ഞാൽ അകത്ത ഹീറ്റ് സിങ്കുമ്പോൾ ശരിക്കും നമ്മൾ അതുമ്മ ചെറിയ പൊറ്റ പോലെ ഇത് പിടിക്കും. ഐസും കട്ട പോലെ അതുമ്മ പിടിക്കും. നമ്മ ഇതിൻ്റെ കൂളിംഗ് അറിയാൻ വേണ്ടിയിട്ട് ഒരു കുപ്പിയിൽ വെള്ളം വെക്കുന്നുണ്ട്. ഇപ്പം ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ കൂളിംഗ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തെർമോസ്റ്റാറ്റാണ് ഉപയോഗിച്ചത്. അപ്പൊ തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ കൂളിംഗ് അറിയാൻ പറ്റും. അപ്പൊ തെർമോസ്റ്റാറ്റ് മുകളിൽ എന്റെ വെക്കുന്നുണ്ട്. ഏകദേശം റൂം ടെമ്പറേച്ചർ അറിയാൻ പറ്റും. 30 ഡിഗ്രി സെൽഷ്യസാണ് കാണിക്കുന്നത്. സൈഡിലാണ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ഓഫ് ആക്കിയിട്ട് അതെടുത്ത് മുകളിൽ വെക്കാം. അപ്പം തെർമോസ്റ്റാറ്റ് ഏകദേശം എടുത്ത്
ആ ബോക്സിൻ്റെ മുകളിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്, ഇതാണ് എൻ്റെ ലെഡ്. അപ്പോൾ ഇത് നമുക്ക് അകത്തേക്കാണ് ഇടാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഡോറടക്കണം. ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 32 ഡിഗ്രിയാണ് ഇപ്പം ഓൺ ആക്കിയപ്പോൾ കൂളിങ്. നമുക്കിനി സ്വിച്ച് ഓൺ ആക്കി നോക്കാം. സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഫാൻ വർക്ക് ആയിട്ടുണ്ട്. ഇപ്പം 32 കുറഞ്ഞ ചെയ്യാൻ പറ്റും. ഇപ്പം 32, 31 ഇപ്പം 30 ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടൈം ബാപ്പിട്ടാണ് കാണിക്കുന്നത്. 7 വരെ ഉണ്ട്. 6 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടുണ്ട് ഇപ്പൊ ആ റൂമിനകത്ത് നമ്മളെ ഫ്രിഡ്ജ് ഉണ്ടാക്കിയതിൽ. ഇപ്പൊ ഏകദേശം 2 ഡിഗ്രി സെൽഷ്യസ് വരെ വന്നിട്ടുണ്ട്. 2.8. ഇപ്പൊ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറായിട്ടാണ് എടുക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം അടുത്തേക്കാണ്. അതേ കുപ്പിയും നല്ല പോലെ നമ്മുടെ കണ്ടൻസേഷൻ നടന്ന് അതുമാ വെള്ളത്തിന്റെ ഈർപ്പം കാണാൻ പറ്റുന്നുണ്ടാവും. കുപ്പിയും നല്ല പോലെ തണുപ്പായിട്ട് കുപ്പി നല്ല തണുത്തിട്ടുണ്ട്. അതാ ഇപ്പൊ നല്ല രീതിയിൽ ആ കുപ്പി തണുത്തിട്ടുണ്ട്. ഇപ്പൊ നല്ല ഫ്രിഡ്ജാണ്, വർക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അപ്പൊ ഉണ്ടാക്കിയത് ഇപ്പൊ നമ്മ തുറന്നതിന്റെ വീട്ടാണ് 5 ഡിഗ്രിയിൽ കഴിയുന്നത്. അപ്പൊ നമ്മ കാറിൽ കുത്താനുള്ള ചാർജറാണ് ഇത്. സെയിം 12 വാട്ടിന്റെ ഒരു അഡാപ്റ്ററും അതിന്റെ പിന്നും. പക്ഷെ കാറിലേക്ക് കുത്തി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മ 230 വാട്ടിന്റെ വീട്ടിലുള്ള കാറിലാണ് കുത്തി നോക്കിയത്. നമുക്കിനി കാറിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ അഡാപ്റ്റർ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത്. ഞാൻ 12 വാട്ടിന്റെ കാറിന്റെ ആ സിഗരറ്റ് ലാമ്പ് കുത്തുന്ന സ്ഥലമില്ലേ, ആ ഭാഗത്തേക്ക് നമ്മ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ അറ്റത്തെ ലൈൻ നമ്മുടെ ഫ്രിഡ്ജിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. ഫ്രിഡ്ജിന്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. നമ്മൾ സ്വിച്ച് ഇടുകയാണ്. സ്വിച്ച് ഇട്ടപ്പോൾ ഫാൻ വർക്കായി, അതുപോലെ LED കത്തി. ഇപ്പോൾ സാധനം വർക്കിംഗ് ആണ്. നമുക്ക് കാറിലും സ്വിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ മിനി കാർ ഫ്രിഡ്ജ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അകത്ത് വർക്കിംഗ് ആണ്. നമുക്കത് അകത്ത് ഫാൻ വർക്കിംഗ് ആണ്. നല്ല രീതിയിൽ തണുപ്പ് കഴിഞ്ഞിട്ടുണ്ട് മുന്ന്. ഫ്രണ്ട്സ്, അപ്പം അമ്മ ഈ ഫ്രിഡ്ജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കണ്ടിട്ടുണ്ടാവും കാറിൽ കുത്തി കണ്ട് നമ്മുടെ സാധാരണ വീട്ടിൽ 230 വാട്ടിലും കുത്തി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അത് ശരിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതേ ഏകദേശം ഈ രൂപത്തിൽ ഡിസൈനൊക്കെ ചെയ്തേ, ഡിസൈനൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വർക്കാക്കണ കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ ഒരു 12 വാട്ടിൻ്റെ കാറിൽ കുത്തി അഡാപ്റ്റർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് വോയിസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയിൽ ക്യാമറമാൻ അമ്പാടി കോരെ, ഇറ്റ്സ് മീ സിദ്ധാർത്ഥ് വി ആർ സൈനിങ് ഔട്ട്.